ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ്. നല്ലതുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല കിടിലം രുചിയാണ്. ആവിയിൽ വേവിച്ചാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കവറിങ്ങിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നേരിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. പൊടി ഒന്ന് നല്ലതുപോലെ നനച്ചെടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് നല്ലതുപോലെ തേച്ച് കുഴക്കാം. ഇപ്പോൾ മാവ് നല്ലതുപോലെ തേച്ച് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് പലകയിലേക്കിട്ട് ഒന്നുകൂടി നല്ലതുപോലെ തേച്ച് കുഴക്കാം. കുറച്ച് പൊടി തൂകിയതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി തേച്ച് കുഴച്ചെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇപ്പം മാവൊക്കെ നല്ലതുപോലെ തേച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവ് കുഴച്ച ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ ഇവിടെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചിയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനുള്ള പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനൊരു വലിയ പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്തത്. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. മുരിയൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മിൻസ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 300 ഗ്രാം ചിക്കൻ മിൻസ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് ഈ മസാലയുമായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം. ചൂടാകുമ്പോൾ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതെല്ലാം നല്ലതുപോലെ വറ്റി ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മസാലയുമായി മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ
ക്യാരറ്റ് പൊടിയായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ വെജിറ്റബിളൊക്കെ ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം വളരെയധികം പോഷകഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ അടങ്ങിയ ഒരു സാലഡായിട്ട് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ചാലും മതിയാകും. മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതാണ്. ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയും വേവിച്ച ഉരുളക്കിഴങ്ങും നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്. നമുക്കിത് പലകയിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. നാലാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇത് ഉരുട്ടിയെടുത്ത് ഒരു പാത്രത്തിലാക്കി ഡ്രൈ ആയി പോകാതിരിക്കാൻ നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒന്ന് 4ആക്കി ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. കൂടിയും കുറഞ്ഞൊന്നും പോകാതെ കറക്റ്റ് അളവിൽ കിട്ടും. ഇനി പൊടി തൂകിയ പലകയിലേക്ക് ഓരോ ഉരുളയും എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് വലിയ ചപ്പാത്തിയുടെ വട്ടത്തിൽ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് വലിയ വട്ടത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇച്ചിരി പരത്തി മടക്കാനുള്ള സൗകര്യത്തിന് നടുവിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വേണം നമ്മൾ ഫില്ലിങ് വെക്കാൻ. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുക. അതിനുശേഷം ഈ അരികെല്ലാം ഒരല്പം വെള്ളം ഒന്ന് തൊട്ട് നനച്ച് കൊടുക്കുക. വിരലുകൊണ്ട് തന്നെ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ബ്രഷ് ഉപയോഗിച്ചാൽ എല്ലാ ഭാഗത്തും വെള്ളമാകും. അതുകൊണ്ട് ഒരു വിരലുകൊണ്ട് മാത്രം അരികൊന്ന് തൊട്ട് നനച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് മടക്കി അരികെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം അകത്തുനിന്ന് എയറൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കി ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചാൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി വാഴയില മടക്കി കവർ ചെയ്യുക. ഇപ്പോൾ ഒരെണ്ണം വാഴയില കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ള ഉരുളകളും ഞാനിതുപോലെ ഫില്ലിങ് സ്റ്റഫ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ ആവി വന്നിരിക്കുകയാണ്. ഇതിലേക്ക് ഈ അടകളെല്ലാം വെച്ച് കൊടുക്കാം. തുറന്ന ഭാഗം എപ്പോഴും അരികിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ആവി ഉള്ളിലേക്ക് കയറും. ഇനി അടച്ചൊരു 25-30 മിനിറ്റ് വേവിച്ചെടുക്കാം. 25 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ചിക്കൻ അടകളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വാഴയിലയുടെ നിറം ഇതുപോലെ ആയാൽ അടകളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടാകും. കണ്ടോ, നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. നമുക്കിത് തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം.
ഞാൻ തണുത്തതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു അട ഉണ്ടാക്കിയാൽ 2 പേർക്ക് പാകത്തിന് കഴിക്കാനുണ്ടാവും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 8 പേർക്ക് കുശാലായിട്ട് കഴിക്കാൻ പറ്റും. വിരുന്നുകാർക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. ഇപ്പോൾ ഒരട ഞാൻ 4 ആക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കഴിക്കാനുള്ള എളുപ്പത്തിന് ഇതുപോലെ കട്ട് ചെയ്തതാണ്. 2 ആക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇലയോടുകൂടി തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണിത്. വളരെ ഹെൽത്തിയുമാണ്. ഇതിൽ ചേർന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.